ഒരിക്കൽ ഒരാൾ തന്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ഗർഭിണിയായ ഭാര്യയുടെ അനുവാദത്തോടു കൂടി സ്വത്ത് സമ്പാദിക്കാനായി വിദേശത്തേക്ക് യാത്രയായി. അങ്ങനെ 20 വർഷത്തെ രാവും പകലും കയ്യും മെയ്യും മറന്നുള്ള കഠിനമായ അധ്വാനം കൊണ്ട് അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു. അങ്ങനെ അയാൾ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ അദ്ദേഹം ഒരു വൃദ്ധനെ കണ്ടുമുട്ടി. തന്റെ കയ്യിലുള്ള അമൂല്യമായ 3 മന്ത്രങ്ങൾ 500 സ്വർണ്ണനാണയങ്ങൾക്ക് പകരമായി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണമായ ആ നാട്ടിലെ വൃദ്ധന്റെ പക്കലുള്ള മന്ത്രങ്ങൾ അദ്ദേഹം വാങ്ങാൻ തീരുമാനിച്ചു. 500 സ്വർണ്ണനാണയങ്ങൾ കൊടുത്ത ശേഷം അദ്ദേഹം കൊടുത്ത മന്ത്രങ്ങൾ ഇപ്രകാരമായിരുന്നു. 1. ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നതും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും ശരിയാവണം എന്നില്ല. 2ാമത്തെ മന്ത്രം, നമ്മൾ ഏതൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പും ശാന്തമായ മനസ്സോടെ അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം തീരുമാനമെടുക്കുക. 3ാമത്തെ മന്ത്രം, കോപത്തിലിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനവും എടുക്കരുത്. അങ്ങനെ ആ മന്ത്രങ്ങളെല്ലാം ഗ്രഹിച്ച ശേഷം അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് യാത്രയായി. ഭാര്യയ്ക്ക് താൻ വന്നത് ഒരു അത്ഭുതമാകട്ടെ എന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ വീടിനകത്തെത്തി. വീടിനകത്ത് കണ്ട കാഴ്ച അദ്ദേഹത്തെ കോപിഷ്ഠനാക്കി. കട്ടിലിൽ കിടക്കുന്ന തന്റെ ഭാര്യയുടെ തൊട്ടടുത്ത് ഒരു യുവാവ് കിടന്നുറങ്ങുന്നു. അദ്ദേഹം രണ്ടുപേരെയും വകവരുത്താനായി വാളോങ്ങിയപ്പോൾ ആ വൃദ്ധന്റെ മന്ത്രങ്ങൾ ഓർമ്മ വന്നു. കൺമുന്നിൽ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ശരിയായിക്കൊള്ളണമെന്നില്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശാന്തമായ മനസ്സോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക. കോപത്തിലിരിക്കുന്ന സമയത്ത് തീരുമാനമെടുക്കരുത്. അദ്ദേഹം തന്റെ കൈകൾ പതിയെ പിൻവലിച്ചപ്പോൾ ആ വാളിന്റെ അഗ്രം തൊട്ടടുത്തിരിക്കുന്ന കലത്തിൽ തട്ടി അത് താഴെ വീണു. ശബ്ദം കേട്ട ഭാര്യ ഞെട്ടി എണീറ്റു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ ഭർത്താവിനെ കൺമുന്നിൽ കണ്ട അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. ഓടിവന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. എന്നാൽ അയാളുടെ കണ്ണുകൾ അപ്പോഴും കോപത്തോടെ കട്ടിലിൽ കിടക്കുന്ന ആ യുവാവിന് നേർക്കായിരുന്നു. അത് കണ്ട ഭാര്യ കട്ടിലിൽ കിടന്ന യുവാവിനെ തട്ടിയുണർത്തി പറഞ്ഞു, മോനെ, ഇതാ നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. ഇത് കേട്ടതും അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ശരിയാണ്, താൻ പോകുമ്പോൾ തന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അതുപോലും താൻ മറന്നിരിക്കുന്നു. അയാൾ മനസ്സുകൊണ്ട് വൃദ്ധന് നന്ദി പറഞ്ഞു.